കുഞ്ഞബ്ദുൽക്ക തൃക്കരിപ്പൂർ നീലമ്പത്തുള്ള വീടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലായിട്ട് വരും അല്ലേ? ഇതിപ്പോൾ എപ്പോൾ കംപ്ലീറ്റ് ആയത് വീട്? ഇപ്പോൾ 4-ാം തീയതി ഇനോഗ്രേഷൻ ആക്കി അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കുഞ്ഞബ്ദുൽക്ക ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് സുശാന്ത് സെറാമിക്സിലെ ടൈൽസ് നമ്മൾ തന്നെ ഉപയോഗിച്ചല്ലേ? എനിക്കൊന്ന് മെയിൻ ടൈല് കജാരിയുടെ ടൈലുകളാണ് ഉപയോഗിച്ചത്. കജാരിയുടെ 1600-700 സൈസിലുള്ള ക്രീമ മാർഫിലാണ് നിലത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുഞ്ഞബ്ദുൽക്കയുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജു പത്മനാഭൻ. സുശാന്ത് സെറാമിക്സിൻ്റെ മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുഞ്ഞബ്ദുൽക്കയുടെ വീട്ടിലിട്ടിരിക്കുന്ന ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിലുള്ള ക്രീമ മാർഫിൽ എന്ന കജാരിയുടെ ഒരു ഫ്ലോർ ടൈലാണ്. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ മാർബിൾ സീരീസിൽ വരുന്ന ടൈലാണ്. പക്ഷേ ഇതൊരു സ്പാനിഷ് ഒറിജിൻ മാർബിളാണ് ക്രീമ മാർഫിൽ. ക്രീമ മാർഫിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബീജ് ആൻഡ് ഗോൾഡൻ ടോണിലാണ് ഇത് മെയിനായിട്ട് വരുന്നത്. വളരെ ഒരു എലഗൻറ്റ് ലുക്കാണ് ക്രീമ മാർഫിൽ വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു സീലിങ്ങിൽ ഒരു വാം ലൈറ്റ് വരുന്ന സമയത്ത് ഒരു ഗോൾഡൻ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് മൊത്തം നമ്മുടെ ആ റൂമിൻ്റെ ആംബിയൻസിന് കിട്ടുന്നത്. അപ്പോൾ വളരെ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ടൈലാണ് കജാരിയുടെ ക്രീമ മാർഫിൽ. ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1600-800 mm സൈസിലുള്ള, അതായത് 5.25 സ്ക്വയർ ഫീറ്റിലുള്ള ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ 6x4 സൈസിലും 4x2 സൈസിലും ഈ 3 സൈസിലും കജാരിയയിൽ ഈ ക്രീമ മാർഫിൽ അവൈലബിൾ ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ മോഡലാണ് ക്രീമ മാർഫിൽ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ ലൈറ്റ് ടോണിലുള്ള വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കളർ ടോണാണ് നമുക്ക് ക്രീമ മാർഫിൽ കിട്ടുന്നത്. അപ്പോൾ ധാരാളം കുറച്ച് ഡാർക്ക് കളേഴ്സിലുള്ള വെയിൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാം. അപ്പോൾ ഇത് എക്സാക്ട്ലി നമ്മുടെ സ്പാനിഷ് ഇറ്റാലിയൻ മാർബിളിൻ്റെ സെയിം വെയിൻസ് തന്നെയാണ് കജാരിയ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ടൈല് തന്നെയാണ് ഡൈനിങ് ഹാളിലും അതേപോലെ തന്നെ മെയിൻ ഹാളിലും കിച്ചൺ വരെ ഇതേ ടൈല് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5.25 സൈസിലുള്ള ക്രീമ മാർഫിൽ ടൈല് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കിച്ചൺ വരെ, ഓപ്പൺ കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചൻ്റെ അകത്ത് വരെ ഈ സെയിം ടൈല് തന്നെയാണ് ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നുള്ളൂ. അപ്പോൾ കിച്ചൻ്റെ ക്യാബിനറ്റിൻ്റെ കളേഴ്സ് ഈ ടൈലിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ബീജ് ടോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഡാഡോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ തന്നെ 4x2 സൈസിലുള്ള സെൻറ്റോറിഡി മാർഫിൽ എന്ന് പറയുന്ന ഒരു ടൈലാണ്. അപ്പോൾ അത് ഈ ക്യാബിനറ്റും കിച്ചൻ്റെ ഡാഡോയും അതുപോലെ ഫ്ലോറും കറക്റ്റായിട്ട് ഒരു ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ടൈലുകളും പെയിൻറ്റുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കിച്ചൻ്റെ സ്ലാബ് ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ ഗാലക്സി ബ്രൗൺ എന്ന സീരീസിലുള്ള ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 800x2400 mm സൈസിലുള്ള 15 mm തിക്നെസ്സിലുള്ള ഫുൾ ബോഡി ടൈലുകളാണ് ഗാലക്സി ബ്രൗൺ. അപ്പോൾ അത് നമ്മുടെ ഫ്ലോർ ടൈലിൻ്റെ ഒരു എക്സാക്റ്റ് കോൺട്രാസ്റ്റ് കളറാണ്. അതൊരു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ബീച്ച് ഫ്ലോറിന് എക്സാക്ട്ലി മാച്ചിങ് ആണ് ഈ ഗാലക്സി ബ്രൗൺ എന്ന കജാരിയുടെ ഈ ടൈല്. ഇത് 8 ഫീറ്റ് ലെങ്ത്തിലും 2.5 ഫീറ്റ് വിഡ്ത്തിലും വരുന്ന ടൈലുകളാണ്. നമ്മൾ മോഡുലാർ കിച്ചണുകൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള സ്ക്രാച്ച് ഫ്രീ ആയിട്ടുള്ള, സ്റ്റെയിൻ ഫ്രീ ആയിട്ടുള്ള ടൈലുകൾ ഉപയോഗിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് 15 mm തിക്നെസ്സിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും, അത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ കളർ തീം അനുസരിച്ച്, നമ്മുടെ ഫ്ലോർ ടൈലിൻ്റെ കളർ തീം അനുസരിച്ച് ഏത് കളറിൽ വേണമെങ്കിലും ഈ സ്ലാബ് ടൈലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കജാരിയിൽ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രീൻ, ബ്ലൂ, നമുക്ക് എന്ത് കളർ തീമിൽ വേണമെങ്കിലും നമുക്ക് കിച്ചൺ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇതിന് ഹീറ്റിന് റെസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെയിൻ റെസിസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ടൈലാണ്.
ഇവിടെ ബെഡ്റൂമിൽ ഇട്ടിരിക്കുന്നത് ക്രീമ മാർഫിലിൻ്റെ 4:2 സൈസിലുള്ള ടൈലാണ്. അപ്പോൾ കജാരിയുടെ ക്രീമ മാർഫിൽ ടൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3 സൈസുകളിൽ ലഭ്യമാണ്. ലാർജ് ഫോർമാറ്റിൽ 6:4-ലും, മീഡിയം ഫോർമാറ്റിൽ 5.25 2.5 സൈസിലും, ചെറിയ ഫോർമാറ്റിൽ 4:2 സൈസിലും ഇത് ലഭ്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ടൈലിൻ്റെ സൈസ് ചൂസ് ചെയ്യാം. ഇപ്പോൾ 6x4 ടൈലുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മീഡിയവും സ്മോൾ സൈസിലേക്കും വരാം. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഹാളിലും കിച്ചണിലും അതുപോലെ തന്നെ ഡൈനിങ് റൂമിലും ഒക്കെ ഇതിൻ്റെ 5.25 2.5 സൈസിലുള്ള ടൈൽ ഉപയോഗിച്ചപ്പോൾ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ 4x2 സൈസ് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവാതെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ഒരു ചെറിയ സൈസിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ കസ്റ്റമറുടെ ഒരു ബഡ്ജറ്റിൽ നമുക്കൊരു കോംപ്രമൈസ് ചെയ്യാതെ സെയിം ടൈല് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പൈസ കുറഞ്ഞൊരു ടൈലിലേക്ക് മാറാനും പറ്റുന്നു. ക്രീമ മാർഫിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വേണ്ടത്ര വെളിച്ചമില്ലെങ്കിൽ പോലും ഇതിൻ്റെ ലൈറ്റ് ടൈലിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ട് നല്ലൊരു പ്രകാശം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്ക് ടോണിലുള്ള റോക്കർ ബ്രൗൺ ഇവിടെ ബോർഡർ ചെയ്തതുകൊണ്ട് നമുക്കൊരു കോൺട്രാസ്റ്റ് ബോർഡറും അതിൻ്റെ ഒരു ഫീലിംഗ് പ്രത്യേകമായുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത് കജാരിയുടെ 6x4 സൈസിലുള്ള ഫുൾ ബോഡി റോക്കർ ബ്രൗൺ ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ലെതർ ഫിനിഷിലുള്ള അഥവാ ലെപ്പാട്ടോ ഫിനിഷിലുള്ള ടൈലുകളാണ്. അപ്പോൾ നമ്മുടെ കാലുകൾക്ക് ആവശ്യമായ ഗ്രിപ്പ് അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് നൽകുന്ന ടൈലുകളാണ് ലെപ്പാട്ടോ ഫിനിഷ് ടൈലുകൾ. അപ്പോൾ അതിൽ തന്നെ ഗ്ലിറ്ററിങ് എഫക്റ്റ് കൂടെ കജാരിയ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ടോണിലുള്ള നല്ല തിക്നെസ്സിലുള്ള 15 mm തിക്നെസ്സിലുള്ള ടൈലുകളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റേസറായിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗം നമ്മുടെ ഫ്ലോർ ടൈലായ ക്രീമ മാർഫിൽ ഗ്ലോസി ക്രീമ മാർഫിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ താഴ്ന്ന് നോക്കുമ്പോൾ ആ ഒരു ഫ്ലോറിൻ്റെ കണ്ടിന്യൂറ്റി നമുക്കിതിൽ ഫീൽ ചെയ്യും. പക്ഷേ ടോപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഗ്രിപ്പ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു കോമൺ ബാത്റൂമാണ്. ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ 4x2 സൈസിലുള്ള സെൻറ്റോറിനി റസ്റ്റ് അതുപോലെ തന്നെ സെൻറ്റോറിനി മാർഫിൽ ഒരു ലൈറ്റ് ബീജ് കളറും അതുപോലെ തന്നെ കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള 2 ഗ്ലോസി ടൈലുകളാണ് ഇവിടെ വാളിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ അതുപോലെ തന്നെ റോക്ക് ഫിനിഷിലുള്ള ആൻറ്റി സ്കിഡ് ആയിരിക്കുന്ന ഒരു കജാരിയുടെ ഫുൾ ബോഡി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കജാരിയുടെ 4:2 സൈസിലുള്ള റാഞ്ച് ഒലീവും പാം ഡെക്കറും. രണ്ടും ഒരു ഒലീവ് ഗ്രീൻ കളറാണ്. ഒന്നൊരു ലൈറ്റ് ഗ്രീനും മറ്റേത് അതിൻ്റെ ഫ്ലവർ ടൈപ്പ് ഡെക്കർ സീരീസുമാണ്. വളരെ നമ്മൾ ഒരു കണ്ണിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കളറാണ് ശരിക്കും ഒലീവ് ഗ്രീൻ കളർ. അപ്പോൾ അതാണ് ഇവിടെ ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ട് വളരെ ചെറുതാണ്. പക്ഷേ എങ്കിലും നമ്മൾ വലിയ ടൈൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടൊരു സാമാന്യം നല്ലൊരു ഏരിയ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്രീമ മാർഫിൽ തന്നെയാണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രീമ മാർഫിലിൻ്റെ കൂടെ സ്റ്റെപ്പ് ഒരു ബോർഡറായിട്ട് റോക്കർ ബ്രൗൺ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പ് ഒരു മീഡിയം സൈസിലുള്ള സ്റ്റെപ്പാണ്. റോക്കർ ബ്രൗൺ ഫുൾ ബോഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എഡ്ജ് സെയിം കളർ തന്നെ കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല ഗ്രിപ്പ്, വെള്ളം വീണാൽ പോലും തെന്നി വീഴാത്ത രീതിയിലുള്ള ഒരു ഗ്രിപ്പ് റോക്കർ ബ്രൗൺ ലെതർ ഫിനിഷിനുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. ഒരു ക്രീം ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ തീം കൂടിയാണ്.
അപ്പോൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഫർണിച്ചർ വുഡൻ ഒരു തേക്കിൻ്റെ ഫിനിഷുള്ള ഒരു ഫർണിച്ചറുമായിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് ടൈല് സ്റ്റെപ്പും ഇതിൽ കൊടുത്തിരിക്കുന്നത്.